നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അരുണാചൽ ഹിമാലയത്തെക്കുറിച്ചാണ്. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണിത്. ഒരു വശത്ത് നോക്കിയാൽ ഭയങ്കര ശക്തി, പക്ഷേ മറുവശത്ത് അത്രത്തോളം തന്നെ ദുർബലവുമാണ്. അപ്പം നമുക്ക് ഈ അത്ഭുത ലോകത്തിലേക്ക് നിറങ്ങിച്ചെന്നാലോ? ഈ പ്രദേശത്തെക്കുറിച്ച് പറയാൻ ശരിക്കും ഈ ഒരൊറ്റ വാചകം മതി: കിഴക്കിന്റെ പവർ ഹൗസും വാട്ടർ ടവറും. ഈയൊരു പ്രയോഗത്തിൽ തന്നെയുണ്ട് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും, അതിന്റെ അപാരമായ കഴിവും പിന്നെ നമുക്കൊഴിച്ചുകൂടാനാവാത്ത പ്രാധാന്യവും. അതെ, സംഭവം ഇതാണ്. ഒരു സൈഡിൽ ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ, പിന്നെ അതിലൂടെ കുതിച്ചൊഴുകുന്ന നദികൾ, ഒരു രക്ഷയുമില്ലാത്ത പവർ. പക്ഷെ അതിനിടയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുമുണ്ട്. ഈ രണ്ട് മുഖങ്ങളിലേക്കുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ സ്ഥലത്തിന്റെ ഒരു ചിത്രം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ കിഴക്കിന്റെ കാവൽക്കാരൻ എന്നൊക്കെ വിളിക്കുന്നത്, അല്ലേ? അതിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഭൂമിശാസ്ത്രം കുറച്ച് പ്രത്യേകതകളുള്ളതാണ്. കിഴക്ക് ഭൂട്ടാൻ ഹിമാലയത്തിൽ തുടങ്ങി ദിഫു ചുരം വരെയാണ് ഇതിന്റെ ഒരു ഏരിയ. സാധാരണ നമ്മൾ കാണുന്ന ഹിമാലയൻ നിരകൾ പോലെയല്ല. ഇവിടുത്തെ മലനിരകൾ തെക്കു പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ടാണ് കിടക്കുന്നത്. കാങ്ദു, നംച ബർവ പോലെയുള്ള വലിയ കൊടുമുടികൾ ശരിക്കും ഒരു കാവൽക്കാരനെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. ഇതിനിടയിലൂടെ ചീറിപ്പാഞ്ഞൊഴുകുന്ന നദികളുണ്ട്. അവ പാറയൊക്കെ തുരന്ന് ഭയങ്കര ആഴത്തിലുള്ള മലയിടുക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഈ നാടിന്റെ യഥാർത്ഥ പവറിലേക്ക് വരാം. അവിടുത്തെ നദികൾ. ഈ നദികളാണ് ഇവിടുത്തെ ഊർജത്തിന്റെ പ്രധാന ഉറവിടം. നമുക്ക് ആ ശക്തിയുടെ രഹസ്യമെന്താണെന്ന് നോക്കാം. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ? കാമങ്, സുബൻസിരി, ദിബാങ്, ലോഹിത്, പിന്നെ നമ്മുടെ സ്വന്തം ബ്രഹ്മപുത്ര, അവിടെ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവയൊന്നും വെറും സാധാരണ നദികളല്ല, വർഷം മുഴുവൻ പ്രാണശക്തിയിൽ ഒഴുകുന്നവയാണ്. ഇവയാണ് ഈ പ്രദേശത്തിന് ജീവൻ കൊടുക്കുന്നത്, അതിലുപരി ഭയങ്കരമായ ഒരു എനർജിയും. അപ്പോ ഈ നദികൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? വെറുതെ ഒഴുകിപ്പോകുകയാണോ? അല്ല, ഇതാണ് പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത സാധ്യത, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പൊട്ടൻഷ്യൽ ഉള്ളത് ഈ പ്രദേശത്താണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ കുതിച്ചൊഴുകുന്ന വെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാനുള്ള ഊർജ്ജമാണ്. ഇത്രയും കഠിനമായ ചെങ്കുത്തായ ഒരു സ്ഥലത്ത് മനുഷ്യരുണ്ടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായുമുണ്ട്. അതാണ് അടുത്ത അത്ഭുതം. ഈ കൊടുമുടികൾക്കിടയിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരും അവരുടെ സംസ്കാരങ്ങളുമുണ്ട്. നമ്മളിവിടെ കാണുന്നത് ഒരു വലിയ ഗോത്രവർഗ സംസ്കാരത്തിന്റെ സംഗമമാണ്. മോൻപ, ഡാഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ, അങ്ങനെ ഒരുപാട് തനത് വിഭാഗങ്ങൾ. ഇവർ ഓരോരുത്തർക്കും ഈ മലകളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന അവരുടേതായ ജീവിതരീതികളും പാരമ്പര്യങ്ങളുമൊക്കെയുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതമാർഗം എന്താണ്? അതിലൊന്നാണ് ജുമ്മിങ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ച് കത്തിക്കും. ആ ചാരത്തിൽ കൃഷിയിറക്കും. കുറച്ചുകാലം കഴിഞ്ഞ് ആ മണ്ണിന്റെ ഫലം കുറയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറും. ഇതൊരു പുരാതനമായ രീതിയാണ്. അവരുടെ നിലനിൽപ്പിനിത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതേസമയം ഇത്രയും ലോലമായൊരു പരിസ്ഥിതിയിൽ ഇത് ചില വെല്ലുവിളികളും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ കണ്ടത് ഈ നാടിന്റെ പവറും ഭംഗിയൊക്കെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു മറുവശം ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ദുർബലതയും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് അരുണാചലിന്റെ ഒരു പാരഡോക്സ്. ഒരു വശത്ത് നോക്കിയാൽ കൊടുമുടികൾ, ശക്തമായ നദികൾ, പലതരം ജീവജാലങ്ങൾ, എല്ലാം കൂടി ചേർന്ന അപാരമായ ശക്തി. പക്ഷെ മറുവശത്ത് നോക്കിയാലോ, ഭൂകമ്പം വരാൻ വലിയ സാധ്യതയുള്ള, എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാവുന്ന, അങ്ങേയറ്റം അപകട സാധ്യതയുള്ളൊരിടം. രണ്ടും ഒരേ സ്ഥലത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിസ്ക്? അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം അത്ര സ്റ്റേബിളല്ല. അതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി, ചെങ്കുത്തായ മലഞ്ചെരിവുകളും കനത്ത മഴയും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉരുൾപൊട്ടങ്ങളുണ്ടാവാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം ശക്തിയും അപകടവുമുള്ള ഒരിടത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ആളുകൾ ഈ ഒരു അവസ്ഥയുമായി എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ. ഭീമാകാരമായ മലനിരകൾ കാരണം ഓരോ താഴ്വരയും ഒറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുതന്നെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള പ്രധാന വഴി അരുണാചൽ അസം അതിർത്തിയിലുള്ള ദ്വാർ എന്ന് പറയുന്ന സമതലങ്ങളിലൂടെയാണ്. ഇത്രയും അമൂല്യവും എന്നാൽ ദുർബലവുമായ ഒരു പ്രദേശം, അതിനെ സംരക്ഷിക്കണ്ടേ? തീർച്ചയായും. അതിനുവേണ്ടിയുള്ള ഒരു വലിയൊരു ചുവടുവെപ്പാണ് ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ്. ഏകദേശം 5000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ പരന്നുകിടക്കുന്ന ഒരു സംരക്ഷിത മേഖലയാണിത്. ഇവിടുത്തെ സവിശേഷമായ ജൈവവൈവിധ്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രധാന ചോദ്യമുണ്ട്: എന്തായിരിക്കും ഈ നാടിന്റെ ഭാവി?
ആ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്: ശക്തിയും സംരക്ഷണവും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതിൽ. ഇവിടെയാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു വശത്ത് രാജ്യത്തിന് മുഴുവൻ വൈദ്യുതി നൽകാൻ കഴിവുള്ള ഒരു പവർ ഹൗസായി മാറാനുള്ള സാധ്യത, മറുവശത്ത് തൊട്ടാൽ പൊട്ടുന്ന അത്രയും ലോലമായ ഒരു ആവാസവ്യവസ്ഥ. ഇവ രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? അതാണ് അരുണാചൽ ഹിമാലയത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഉറപ്പില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും ഇളകാവുന്ന ഒരു മണ്ണിൽ നിൽക്കുന്ന ഒരു പവർ ഹൗസിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇത് അരുണാചലിന്റെ മാത്രം ചോദ്യമല്ല, അല്ലേ? വികസനവും പ്രകൃതിയും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ലോകം മുഴുവൻ നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത്.